Hi my dear students, once again welcome back to Sequences and Series. Today we are going to discuss some more problems from sequence and especially from geometric progression. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the 64th question. Find the sum to n terms of the sequence 8, 88, 888, 8888, etc. and so on. It continues like this. So we are asked to find the sum to n terms. That means we have to find Sn. Okay, this is a very important question. But my dear students, before going to the problem, let us check whether this is an AP or GP, because it is given that it is only a sequence, not mentioning that it is either a GP or an AP. So we have to check whether it is an AP or GP. So let us check first. Is it an AP? What is the peculiarity on AP? Common difference. What about the common difference? T2 minus T1, 88 minus 8, that is 80. What about T3 minus T2? 888 minus 88 means 800. So that are not the same. That means it is not at all an AP. So it's not an AP. Now check whether it is an GP. If it is GP, then common ratio. T2 by T1. 88 by 8. It's 11. We know that's 11. What about T3 by T2? 888 divided by 88. Giving back, if we cancel with 8, it is 111 divided by 11. Is it equal to 11? No. We can cancel this if it is 121, because it is not a multiple of 11, so we cannot divide it with 11. So it is not equal to 11. Let me know. It's not equal to 11. See, that means T2 by T1 is not equal to T3 by T2. That means there is no common ratio. So the given sequence is neither an AP nor a GP. So but we are asked to find the sum to n terms. Okay. പിന്നെ എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കും? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ്. അതാണ് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പല വർഷങ്ങളിലും എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ സം, ഹൗ ടു ഫൈൻഡ് ദ സം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇതിനെ ഒന്ന് നോക്കാം. നമുക്ക് വേണ്ടതെന്നാണ് സം ടു n ടേംസ് ആണ്. അത് നമ്മൾ Sn എന്ന് തന്നെ നമുക്ക് വിളിക്കാം. 8 പ്ലസ് 88 പ്ലസ് 888 പ്ലസ് എക്സെട്ര ഇങ്ങനെ പോവാം. അപ്പോൾ ഇതൊരു AP അല്ല, GP അല്ല. And I am going to take an 8 outside. What happens? 1 plus 11 plus 111 and so on. n terms ആണ്. Okay. ഇനി നോക്കിക്കോണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇതൊരു GPയും അല്ല APയും അല്ല. ഞാനിതിനെ ഒരു GP ആക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുവാണ്. അതിനുവേണ്ടി ഞാനിതിനെ ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസലായി പോയി പഴയതുപോലെ തന്നെ വരും. 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് എക്സെട്ര n terms. Okay. So that's equal to 8 by 9 into, let us multiply with this 9. So 9 plus 99 plus 999 plus etc. n terms. Okay. So that is equal to 8 by 9 into, അപ്പോൾ നമ്മളൊരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, വാല്യൂ വ്യത്യാസമില്ല. മൾട്ടിപ്ലൈ ചെയ്ത് അകത്തേക്കും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ഈ 9ന് പകരം 10 മൈനസ് 1 എന്ന് എഴുതും. 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 9 ആണല്ലേ. അതുപോലെ അടുത്തന്നെ നമുക്ക് 100 മൈനസ് 1 ആണല്ലോ 99 എന്നുള്ളതിനെ. അപ്പം ഞാനതിനെ 10 സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. 10 സ്ക്വയർ ഈസ് 100, 100 മൈനസ് 1 ഈസ് 99. അടുത്ത് വരുമ്പോൾ എനിക്ക് 10 ക്യൂബ് മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകാൻ എന്ത് ടേമാണ്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 10 മൈനസ് 1 ആണ്. സെക്കൻഡ് ടേം ഈസ് 10 സ്ക്വയർ മൈനസ് 1. തേർഡ് ടേം ഈസ് 10 ക്യൂബ് മൈനസ് 1. അങ്ങനെയാണെങ്കിൽ ലെന്ത് ടേം ഈസ് 10 റേസ് ടു n മൈനസ് 1. ഓക്കെ മക്കളെ? യെസ്. സോ നമ്മൾ 9നെ 10 മൈനസ് 1 എന്ന് എഴുതി, 99നെ 100 മൈനസ് 1 എന്ന് എഴുതി, 999നെ 1000 മൈനസ് 1 എന്ന് എഴുതി, അങ്ങനെ പോവാം. Okay,
സോ ദാറ്റ്സ് ഈക്വൽ ടു 8/9 ഇൻറ്റു ഈ 10ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം കൂടെ ഞാനൊന്ന് ഒരുമിച്ച് എഴുതുക. അപ്പോൾ എന്ത് വരും? 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 10 റേസ് ടു n. ഓക്കെ, 10 ആയി, 10 സ്ക്വയർ ആയി, 10 ക്യൂബ് ആയി, എക്സെട്ര 10 റേസ് ടു n ആയി. മൈനസ് ഇവിടെ എത്ര 1 ഉണ്ട്? നമുക്കറിയാം എല്ലാ ടേമിൻ്റെയും കൂടെ ഒരു 1 ഉണ്ട്. എത്ര ടേംസാണ് ഉള്ളത്? n ടേംസാ. n ടേംസിൻ്റെ കൂടെ ഇവിടെയും ഓരോ 1 ഉണ്ട്. അപ്പോൾ ഒരു 1 ഉണ്ടെങ്കിൽ -1 വരും. 2 1 ആകുമ്പോൾ -1 -1 -2 ആയി. 3 1 ആകുമ്പോൾ -1 -1 -1 -3 ആയി. അപ്പം 4 1 ആണെങ്കിൽ -4 ആവും. അപ്പോൾ n 1s ആണെങ്കിൽ -n ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് n ടേംസ് ഉള്ളൂ. 10 ടേം ആണെങ്കിൽ 10 ആണ്, അപ്പം -10 വരും. 25 ടേം ആണെങ്കിൽ എല്ലാ 1 കൂടെ കൂട്ടുമ്പോൾ 25 ഉണ്ടാവും, അപ്പോൾ -25 വരും. n ടേംസ് ആയതുകൊണ്ട് -n എന്ന് വരും. ഓക്കെ, യാ, ദാറ്റ്സ് ഈക്വൽ ടു 8/9 ഇൻറ്റു. ഇനി നോക്കിക്കേ, ഈ 10 സ്ക്വയർ 10 ക്യൂബ് എക്സെട്ര 10 റേസ് ടു n എന്ന് പറയുന്നത് ഒരു GP അല്ലേ? GP അല്ലേ? യെസ്. ഈ 10 മൾട്ടിപ്ലൈ 10 സ്ക്വയർ ആവും, ഒരു 10 മൾട്ടിപ്ലൈ 10 ക്യൂബ് ആവും, ഒരു 10 മൾട്ടിപ്ലൈ 10 റേസ് ടു 4 ആവും. അങ്ങനെ എത്ര ടേം ഉണ്ട് അതിനെല്ലാം നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോകുന്ന ഓരോ ടേമും. അതുകൊണ്ട് തന്നെ ഇതൊരു GP ആണ്. വിത്ത് ഫസ്റ്റ് ടേം 10 ആണ്, കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാലും 10 ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്തിന്റെ സം നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? ഇതൊരു സം ടു n ടേംസ് ഓഫ് എ GP ആണ്. ആദ്യത്തേത് GP അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതൊരു GP ആയി മാറി. കണ്ടോ? അപ്പൊ നമുക്ക് ഇതിനെ ഒരു GPയുടെ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. GPയുടെ A അറിയാം, R അറിയാം, SNന്റെ ഫോർമുല നമുക്കറിയാം. SN is equal to A into R raised to n minus 1 by R minus 1. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ടൈം A 10 into 10 raised to n minus 1 by 10 minus 1. അത് ഇത്രയും ഭാഗത്തിന്റെ ആണ്. ഈ -n അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 8/9 ഇൻറ്റു, സിംപ്ലിഫൈ ചെയ്യാം, 10 ഇൻറ്റു 10 റേസ് ടു n minus 1. 10 - 1 എന്ന് പറഞ്ഞാൽ 9 അല്ലേ? -n. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഇതുകൊണ്ട് നിർത്താം, അല്ലെങ്കിൽ വേണേൽ ഒന്നും കൂടെ ക്രോസ് ചെയ്തിട്ട് വേണേൽ എഴുതാം. ദാറ്റ് ഈസ് 8/9 ഇൻറ്റു 10 into 10 raised to n minus 1 minus 9n divided by 9. എനിക്ക് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഇതാ, ഈ 9 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8/81 ആണ്. 9 into 9 81 ആണല്ലോ. ഇൻറ്റു ഇത് വേണമെങ്കിൽ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 10ഉം 10 raised to n കൂടെ ആകുമ്പോൾ 10 raised to n plus 1 എന്നാവും. -10 minus 9n. Or 8/81 into 10 raised to n plus 1 minus 9n minus 10. So that's the final answer. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താം. ഇവിടെ വരെ എഴുതിയാൽ you will get full mark because it is a simplified form. Unless otherwise it is a prove that question. If it is a prove that question, you can prove like this. Okay, മനസ്സിലായ മക്കളെ? അപ്പോൾ ഇത് ആദ്യം ഒരു GP അല്ല, GPയിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അത് ഒരു GP ആയി മാറി. പിന്നെ GPയുടെ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ആ ലോജിക് ഒന്ന് മനസ്സിലാക്കിക്കണം. ഓക്കെ, and here is the next question, which is a similar question. Find the sum of the sequence 7, 77, 777, 700, 7777 etc. to n times. നേരത്തെ പോലെ തന്നെയാണ് നമുക്കിതിനെ സം കണ്ടുപിടിക്കണം. നമുക്ക് വേണ്ടത് ഇതാണ്, SN 7 plus 77 plus 777 plus etc. up to n ടൈംസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുന്നു. എന്നിട്ടൊരു 7 പുറത്തെടുക്കുന്നു. ഓർക്കുന്നോ? 1 plus 11 plus etc. n ടൈംസ്. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 plus 11 plus 111 plus etc. plus n times.
ഇപ്പൊ നാച്ചുറലി നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകാം, എന്തിനാണ് ഈ 9 കൊണ്ട് തന്നെ ചെയ്തത്, 9 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ചെയ്താൽ കിട്ടുമോ എന്ന്. നമുക്ക് ഇത്രയും കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. 7/9 ഇൻറ്റു ഈ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര n ടൈംസ് ദാറ്റ്സ് ഈക്വൽ ടു 7/9 ഇൻറ്റു 9 നമ്മൾ നേരത്തെ ചെയ്തോളല്ലേ 10 മൈനസ് 1 പ്ലസ് 10 സ്ക്വയർ മൈനസ് 1 പ്ലസ് 10 ക്യൂബ് മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 10⁻n മൈനസ് 1 എന്നാണ്. മക്കളെ ഇനി നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിനകത്ത് നമ്മൾ സപ്പോസ് നമ്മളിപ്പോൾ ഈ 9 പകരം 8 കൊണ്ട് മൾട്ടിപ്പിൾ എന്ന് വിചാരിക്കാം. 8 വേണമെന്നില്ല, ഏത് നമ്പർ എടുത്താലും. ഇപ്പോൾ 5 ആയിരിക്കട്ടെ. 5 ആണെങ്കിൽ നമുക്ക് ഇത് 7/5 ഇൻറ്റു 5 പ്ലസ് 55 പ്ലസ് 555 പ്ലസ് എക്സ്ട്രാ എന്ന് വരും. 5നെ നമുക്ക് 10 മൈനസ് 5 എന്ന് വേണം എഴുതാം. ബട്ട് ഇത് വരുന്ന 55 55നെ നമുക്ക് ഒരു നമ്പറിന്റെ സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ ഏത് നമ്പർ എടുത്താലും അങ്ങനെ 8 എടുത്താണെങ്കിൽ ഇത് 8 പ്ലസ് 88 പ്ലസ് 888 പ്ലസ് എക്സ്ട്രാ വരും. 8 നമുക്ക് വേണമെങ്കിൽ 10 മൈനസ് 2 എന്ന് എഴുതാം. ബട്ട് 88നെ നമുക്ക് 10 സ്ക്വയർ മൈനസ് 2 എന്ന് എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതാൻ സാധിക്കുന്ന ഒരേ ഒരു നമ്പർ ഈ 9ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ 9 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ബാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ 10ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. സോ 7/9 ഇൻറ്റു 10 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 10⁻n മൈനസ് എത്ര 1 ഉണ്ട്, എത്ര ടേം ഉണ്ടോ അത്രയും 1 ഉണ്ട്. എത്ര ടേമാണ് ഉള്ളത്, n ടേംസ്, അതുകൊണ്ട് മൈനസ് n എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് 7/9 ഇൻറ്റു ഇതൊരു GP ആണ് വിത്ത് ഫസ്റ്റ് ടേം 10, a is equal to 10, r is equal to 10. The formula is a into 10 into r raised to n, that is 10⁻n minus 1 by 10 minus 1 minus n. Okay, so that's equal to 7/9 into 10 into 10⁻n minus 1 by 9 minus n. നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം, ഇത്ര എഴുതിയാലും മതിയാവും, ബാക്കി എഴുതാവുന്നില്ല, നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഓക്കെ, ദാറ്റ് ഇസ് ദ ആൻസർ. വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്യുന്ന നേരത്തെ പോലെ എഴുതാം. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ 2 പ്രോബ്ലം എടുത്തു, ഒന്ന് 8ന്റെ എടുത്തു, ഒന്ന് 7ന്റെ എടുത്തു. നമുക്ക് ഏത് നമ്പർ വന്നാലും എങ്ങനെ ചെയ്യണേ, 4ന്റെ വരവാണ് 4 പ്ലസ് 44 പ്ലസ് എക്സെട്ര പല വർഷങ്ങളിൽ ഇങ്ങനെ മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് വന്നാലും ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ ആകെ വരുന്ന ചെറിയ വ്യത്യാസം നമുക്കറിയാം. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ ഒരു 8/9 വരും, ബാക്കിയെല്ലാം സെയിം ആണ്. 7 ആണെങ്കിൽ 7/9. ഇപ്പോൾ ഒരു 4 ആണെങ്കിൽ 4/9 ഇൻറ്റു 10 ഇൻറ്റു 10⁻n മൈനസ് 1/9 മൈനസ് n. ദാറ്റ്സ് ദ വൺ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, here is the next question. Find the sum to n terms of, it's something different from that of the previous question. 0.6 plus 0.66 plus 0.666 plus etc. ഇത് നമ്മൾ നേരത്തെ ഇതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ട് ചെയ്യുമ്പോൾ, ഓൾമോസ്റ്റ് സെയിം തന്നെ. നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ലെറ്റ് Sn is equal to 0.6 plus 0.66 plus 0.666 plus etc. n times. നേരത്തെ പോലെ തന്നെ നമുക്കൊരു 6 അങ്ങ് പുറത്തേക്ക് എടുക്കാം. 6 പുറത്തേക്ക് എടുത്താൽ പിന്നെ എന്ത് വരും, ഇത് 0.1 വരും, ഇത് 0.11 വരും, ഇത് 0.111 വരും, പ്ലസ് എക്സെട്ര n times. Okay, as in the previous case, let us multiply and divide by 9 into 9, 0.1 plus 0.11 plus 0.111 plus etc. n times. That's equal to 6/9 into 9 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ആണ് നമുക്ക്. അപ്പോൾ ഈ നമ്മുടെ 9 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും, ഇൻറ്റു 0.9 പ്ലസ് 0.99 പ്ലസ് 0.999 പ്ലസ് എക്സെട്ര n ടൈംസ്.
നേരത്തെ പോലെ തന്നെയാണ്, ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 6/9 ഇൻറ്റു ഈ 0.9 നമുക്ക് 1 മൈനസ് 0.1 എന്ന് എഴുതാം, പ്ലസ് ഇത് 1 മൈനസ് 0.01 എന്ന് എഴുതാം അല്ലേ. ദെൻ അടുത്ത നമുക്ക് 1 മൈനസ് 0.001 എന്ന് എഴുതാം, പ്ലസ് എക്സെട്ര n ടൈംസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് 6/9 ഇൻറ്റു എത്ര 1 ഉണ്ടെന്ന് നോക്കിയേ, 1 2, എത്ര ടേംസ് ഉണ്ടോ അത്രയും മതി. ഇപ്പൊ n ടേംസ് ഉള്ളതുകൊണ്ട് n വൺസ് വരും, n 1 കൂട്ടുമ്പോൾ n വരും. ഓക്കെ, മൈനസ് 0.1 നമുക്ക് 1/10 എന്ന് വിളിക്കാം, മൈനസ് ഇതിനെ 1/100 എന്ന് വിളിക്കാം, ഇതിനെ 1/1000 എന്ന് വിളിക്കാം, എക്സെട്ര n ടൈംസ്. നമുക്ക് ഇത്രയും കൊണ്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 6/9 ഇൻറ്റു n മൈനസ് 1/10 മൈനസ് 1/10 സ്ക്വയർ എന്ന് വിളിക്കാം, ഇത് മൈനസ് 1/10 ക്യൂബ് എന്ന് വിളിക്കാം, എക്സെട്ര. ഇതെല്ലാം മൈനസ് ആണ്, എല്ലാം മൈനസ് ആയതുകൊണ്ട് നമുക്ക് എക്സെട്ര n ടൈംസ്. n ടൈംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ എഴുതാം. ഇനി n ടൈമിന്റെ മോഡൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈനസ് 1/10⁻n എന്നാവും അല്ലേ. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 1/10, സെക്കൻഡ് ആണ് 10 സ്ക്വയർ, 10 ക്യൂബ്, എക്സെട്ര. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 6/9 ഇൻറ്റു n മൈനസ് ഒരു ഇതിനകത്ത് എല്ലാത്തിനകത്തു നിന്ന് ഒരു 1/10 ഇങ്ങ് പുറത്തേക്ക് എടുക്കാം, മിച്ചം ആയിട്ട് നോക്കാം. 1 പ്ലസ് 1/10 പ്ലസ് 1/10 സ്ക്വയർ, അല്ലെങ്കിൽ മൈനസ് മാത്രം മതി, ഇത്രോട്ട് നമുക്കത് മാത്രം പുറത്തെടുക്കാം, മൈനസ് മാത്രം പുറത്തെടുത്ത് ചെയ്യാം, പ്ലസ് 1 അപ്പോൾ ഇത് പ്ലസ് ആവും, ഇതെല്ലാം പ്ലസ് ആവും, പ്ലസ് 1/10⁻n. ഇതൊരു ജി പി അല്ലേ, ജി പി വിത്ത് ഫസ്റ്റ് ടേം 1/10, r ഈസ് ഓൾസോ ഈക്വൽ ടു 1/10. ഇപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യാം. 6/9 ഇൻറ്റു n മൈനസ് ഇവിടുത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ r-ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് a ഇൻറ്റു r⁻n ഇതാണ് ഫോർമുല. a ഇൻറ്റു 1 മൈനസ് r⁻n/1 മൈനസ് r എന്ന് വേണം എഴുതാൻ. സോ a is 1/10 ഇൻറ്റു 1 മൈനസ് 1/10⁻n മൈനസ് 1/1/10, 1 മൈനസ് 1/10. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 6/9 ടൈംസ് n മൈനസ് 1/10 ഇൻറ്റു ഇതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതിയാൽ മതി, 1 മൈനസ് 1/10⁻n, കാരണം 1/n/10⁻n ദാറ്റ് ഈസ് 1/10⁻n. 1 മൈനസ് 1/10 നമുക്ക് 9/10 എന്ന് എഴുതാം. ഈ 10ഉം ഇതും കൂടെ കട്ടായി പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്, 6/9 ഇൻറ്റു n മൈനസ് 1 മൈനസ് 1/10⁻n/9. വേണമെങ്കിൽ ഒന്നും കൂടെ ക്രോസ് ചെയ്യാം. ഇപ്പൊ 9n മൈനസ് 1 പ്ലസ് 1/10⁻n ഡിവൈഡഡ് ബൈ 9 എന്ന് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അതും കൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതിയേക്കാം, ഇവിടെ കൊണ്ട് എഴുതിയാലും മതിയാവും. ഇപ്പൊ നമുക്ക് ആ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയേക്കാം. സോ 6/9 ഇൻറ്റു ഇത് ക്രോസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് പോരുന്നു. ഇപ്പൊ 9n മൈനസ് 1 മൈനസ് 1/10⁻n/9. ഒന്നും കൂടെ എഴുതിയേക്കാം, ഒരു സ്റ്റെപ്പ് കൂടെ. 6/9 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 81 എന്ന് എഴുതാം. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 9n മൈനസ് 1 പ്ലസ് 1/10⁻n. 9n മൈനസ് 1 പ്ലസ് 1/10⁻n 6/81. സോ ദാറ്റ്സ് ദ ഫൈനൽ ആൻസർ. ഓക്കെ ഓക്കെ മക്കളെ, അപ്പൊ ഇതൊരു പ്രത്യേകതയുണ്ട്. മറ്റേത് ചെയ്തതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടൊരു രീതിയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അത് ആ ഫ്രാക്ഷന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. പക്ഷെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നതെല്ലാം സെയിം നമ്പർ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ അതിന് മാറ്റമില്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. Here is the next question, question number 67. If the pth, qth and rth terms of a GP are small a, b, c respectively,
then prove that a raised to q minus r into b raised to r minus p into c raised to p minus q is equal to 1. നമ്മൾ ഓൾമോസ്റ്റ് ഇതേമാതിരിയുള്ള ഒരു ക്വസ്റ്റ്യൻ എ പിക്ക് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. pth ടേം ഈസ് എ. അപ്പോൾ നമുക്ക് ടി പി ഇസ് ഈക്വൽ ടു എ എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് ടി പി ഈസ് നമുക്കറിയാം എ ആർ റൈസ് ടു ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്മുടെ തന്നിരിക്കുന്ന ഈ പ്രോഗ്രഷനകത്ത് നമുക്ക് ഈ എയും ആറും ഒക്കെ ഉണ്ട്. നമ്മൾ സാധാരണ പറയുന്ന കോമൺ റേഷ്യോയും ഫസ്റ്റ് ടേമും ആണ് സ്മോൾ ആറും സ്മോൾ എയും. പക്ഷെ ഇവിടെ അത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. pth ടേം ഈസ് എ, qth ടേം ഈസ് ബി ആൻഡ് rth ടേം ഈസ് അവിടെ ആറ് സ്മോൾ ആർ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ എ പിയുടെ ഫസ്റ്റ് ടേമിനെ ക്യാപിറ്റൽ എ എന്നും കോമൺ റേഷ്യോനെ ക്യാപിറ്റൽ ആർ എന്നുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ടി പി എന്ന് പറഞ്ഞാൽ എ ആണെങ്കിൽ നമ്മൾ എ ആർ റേസ് ടു ടി എൻ ഈസ് എ ആർ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ടി പി ഈസ് എ ആർ റേസ് ടു പി മൈനസ് 1 ഈക്വൽ ടു എ. ഇതാണ് തന്നിരിക്കുന്നത്. ഇതുപോലെ ടി ക്യൂ എന്ന് പറഞ്ഞാൽ ബി എന്ന് തന്നിട്ടുണ്ട്. qth ടേം ഈസ് ദാറ്റ് ഇംപ്ലൈസ് എ ആർ റേസ് ടു q minus 1 is equal to b. Similarly, tr is equal to c implies a r raised to small r minus 1 is equal to c. Okay. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതിനകത്തുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എ റേസ് ടു ക്യൂ മൈനസ് ആർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എ റേസ് ടു ക്യൂ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ മൈനസ് പി ഇൻറ്റു സി റേസ് ടു പി മൈനസ് ക്യൂവിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കൊന്ന് ഇവിടെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം എ റേസ് ടു ക്യൂ മൈനസ് ആർ ഒന്ന് കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ അതാണ് എ റേസ് ടു ക്യൂ മൈനസ് ആർ ഒന്ന് കണ്ടുപിടിക്കണം. എക്ക് പകരം സോ എ റേസ് ടു ക്യൂ മൈനസ് ആർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഇതാണ് എ ആർ റേസ് ടു പി മൈനസ് 1 ഓൾ റേസ് ടു ക്യൂ മൈനസ് ആർ എന്ന് വെച്ചാൽ എ റേസ് ടു ക്യൂ മൈനസ് ആർ ഇൻറ്റു ആർ റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ആർ റേസ് ടു പി മൈനസ് 1 ഓൾ റേസ് ടു ക്യൂ മൈനസ് ആർ ആണ്. ഇങ്ങനെ വരും. അതിനെ നമുക്ക് ഇത്തിരി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. That is equal to a raised to q minus r into r raised to p minus 1 into q minus r. കാരണം നമുക്കറിയാമല്ലോ a raised to m all raised to n is a raised to m into n. ഇത് ഇത്രയും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. a raised to q minus r into r raised to, let us expand, p into q, pq minus pr minus q plus r. ഇത് pq pr minus q plus r. ഇതാണ് a raised to q minus r. ഇനി നമുക്ക് വേണ്ടത് b raised to r minus pr. ഇത് നമുക്ക് ഇതുപോലെ തന്നെ സൈക്ലിക് ആയിട്ട് മാറ്റിയാൽ മതി. a raised to q, അതായത് ഇങ്ങനെ പോകുന്നത് p മാറി q ആവും, q മാറി r ആകും, r മാറി വീണ്ടും p ആവും. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ a raised to q മാറി r ആവും, r മാറി p ആവും, r raised to p മാറി q ആവും, q മാറി r ആവും, മൈനസ് p q r p ആവും, മൈനസ് q മാറി r ആവും, r മാറി p ആവും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് c raised to ആണ്. c raised to q r p minus q ആണ്. equal to a raised to ഇത് p minus q into r raised to q മാറി r ആവും, r മാറി p ആവും, q മാറി r ആവും, p മാറി q ആവും, r മാറി p ആവും, p മാറി q ആവും. ഓക്കെ, മൂന്നായി. ഇനി നമുക്ക് വേണ്ടതിന്റെ മൂന്നിനെയാണ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ a raised to q minus r into b raised to r minus p into c raised to p minus q equal to, ഇതെല്ലാം മൾട്ടിപ്ലൈ ആണ്.
മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും ഞാൻ ഈ എയുടെ ടേമെല്ലാം മൾട്ടിപ്ലൈ പിന്നെ ആറിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ ഇത് വലിയ ടേമായിട്ട് ഒരുമിച്ച് എഴുതുവാണ്, ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് എ റേസ്റ്റ് ക്യൂ മൈനസ് ആർ ഇൻറ്റു എ റേസ്റ്റ് ആർ മൈനസ് പി ഇൻറ്റു എ റേസ്റ്റ് പി മൈനസ് ക്യൂ എന്നാണ് ഇത് വരിക അല്ലേ. അപ്പോൾ ഇത് മൂന്നും കൂടെ എങ്ങനെയാണ് വരിക? ആ വരുന്നതിന് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ എ റേസ്റ്റ് ക്യൂ മൈനസ് ആർ, എ റേസ്റ്റ് എം ഇൻറ്റു എ റേസ്റ്റ് എൻ എന്ന് പറയുമ്പോൾ എ റേസ്റ്റ് എം പ്ലസ് എൻ എന്ന് വരും, പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ എന്ന് വരും. ഓക്കെ, ഇൻറ്റു ആർ റേസ്റ്റ് ആറിൻ്റെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്. ഓക്കെ, പി ക്യൂ മൈനസ് പി ആർ മൈനസ് ക്യൂ പ്ലസ് ആർ പ്ലസ് അടുത്ത ഇത് ക്യൂ ആർ, ക്യൂ ആർ മൈനസ് ക്യൂ പി, ക്യൂ പി മൈനസ് ആർ പ്ലസ് പി പ്ലസ് ആർ പി മൈനസ് ആർ ക്യൂ മൈനസ് പി പ്ലസ് ക്യൂ. ഇവിടെ ഒരു പ്ലസ് ക്യൂ ഉണ്ട് മൈനസ് ക്യൂ ഉണ്ട്, ക്യാൻസൽ ആയി പോകും. പ്ലസ് പി മൈനസ് പി ക്യാൻസൽ ആയി പോകും. ആർ പ്ലസ് ആർ മൈനസ് ആർ ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു പി ക്യൂ ഉണ്ട് മൈനസ് പി ക്യൂ ഉണ്ട്, മൈനസ് പി ആർ ഉണ്ട് പ്ലസ് പി ആർ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു മൈനസ് ക്യൂ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ക്യൂ ഉണ്ട്, പ്ലസ് ആർ ഉണ്ട് മൈനസ് ആർ ഉണ്ട് പ്ലസ് ക്യൂ ആർ ഉണ്ട് മൈനസ് ക്യൂ ആർ ഉണ്ട്. ഇവിടെ ഇവിടെ ഒരു പ്ലസ് പി ഉണ്ട് മൈനസ് പി ഉണ്ട്. അപ്പൊ എല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? എ റേസ് ടു 0 എന്ന് വരും, ആർ റേസ് ടു 0 എന്ന് വരും. എ റേസ് ടു 0 ഇൻറ്റു ആർ റേസ് ടു 0 ഈസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. ഇതില്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? അപ്പൊ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ ആയി. ഒന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യണം, ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇതിന് ആൻസർ കിട്ടത്തുള്ളൂ. അതർവൈസ് അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ അതുവരെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഗുഡ് ബൈ ഫോർ ദ ടൈം ബീങ്. ഹാവ് എ നൈസ് ഡേ.